Yes, good afternoon. Good afternoon, sir. Okay, good afternoon. Okay. Good afternoon, sir. Okay. Start here. Okay, good afternoon, Surya. Okay, good afternoon. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ? ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. പ്രസന്റ് കണ്ടിന്യൂസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. യെസ്, ഓക്കെ. ആ പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ing. ഇതാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും പറഞ്ഞ അവസാനം. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിനുള്ള സെന്റൻസ് പറഞ്ഞ് സബ്ജക്റ്റ് വേണം, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വേണം, പിന്നെ വെർബിന്റെ കൂടെ ഒരു ing കൂടി വേണം. ഒരു സെന്റൻസ് പറയും സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ing വരുന്നത്. She is studying. Okay, very good. She is studying. Correct. She is studying. Okay. അടുത്തത് he is playing cricket. Very good. They are watching TV. Joby Mall. Farisa, they are dancing. Okay. ശരിയാണ്. Okay. ഇനി Surya, she is cooking food. Okay. Binoy, they are acting. Okay. They are acting. Okay. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഷഹന, ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇത് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന കുറിച്ച് പറഞ്ഞു. അപ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അതിന്റെ നെഗറ്റീവ് സെന്റൻസ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് അവൻ വരികയാകുന്നു, ഹി ഈസ് കമ്മിങ്. അവൻ വരികയാകുന്നില്ല എന്നാണെങ്കിലോ, ഹി ഈസ് നോട്ട് കമ്മിങ്. ഹി ഈസ് നോട്ട് കമ്മിങ്. അവൻ വരികയാകുന്നില്ല. ഓക്കെ. ഇനി അവൻ വരികയാകുന്നു ഒരു ക്വസ്റ്റ്യൻ ആക്കുകയായിരിക്കും. വരികയാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ അവൻ വരികയാകുന്നില്ല എന്ന് നമ്മൾ പറയില്ലേ, ഹി ഈസ് നോട്ട് കമ്മിങ്. അതില് ആ നോട്ട് കളഞ്ഞിട്ട് ഈസ് ആദ്യം പറയാം. അപ്പൊ എന്ത് വരും? ഈസ് ഹി കമ്മിങ്. അവൻ വരികയാകുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുകയാകുന്നു. ഓക്കെ, ഈസ് കറക്റ്റ് ആണ്. ഈസ് ഹി കമ്മിങ്. അവൻ വരികയാകുന്നു. ശരിയാണ്. ഇനി അടുത്തത്, നിങ്ങൾ പഠിക്കുകയാകുന്നു എന്നുള്ളതിനപ്പം എന്ത് പറയും? ആർ യു സ്റ്റഡിയിങ്? ആർ യു സ്റ്റഡിയിങ്? ഓക്കെ. അവൾ ചിന്തിക്കുകയാകുന്നു എന്നുള്ളതിന് ഈസ് ഹി തിങ്കിങ്? ഈസ് ഷീ തിങ്കിങ്? ഈസ് ഷീ തിങ്കിങ്? ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ഒരു പാസീവ് വോയിസ് കൂടി ഞാൻ പറയാം. പാസീവ് വോയിസ്. ഓക്കെ. ഞാനൊരു മലയാളത്തിലൊരു വാചകം പറയാം. രാമൻ പാമ്പിനെ കൊന്നു. രാമൻ പാമ്പിനെ കൊന്നു. ഇതേ വാചകം തന്നെ മലയാളത്തിൽ നിങ്ങൾ പറയുമ്പോൾ ഇത് അർത്ഥം തന്നെ കിട്ടണം. പക്ഷെ ആദ്യത്തെ വാക്ക് പാമ്പെന്നായിരിക്കും. അപ്പൊ എങ്ങനെ പറയും? ആദ്യത്തെ വേർഡ് പാമ്പെന്നായിരിക്കണം. അപ്പോൾ എങ്ങനെ പറയും? പാമ്പിനെ രാമൻ കൊന്നു. പാമ്പിനെ രാമൻ കൊന്നു. ഓക്കെ.
പാമ്പിനെ രാമൻ കൊന്നു. നിൽക്കട്ടെ, ഇനി അടുത്തത്. പാമ്പിനെ കൊന്നത് രാമനാണ്. പാമ്പിനെ കൊന്നത് രാമനാണ്. ഓക്കെ. പാമ്പിനെ കൊന്നത് രാമനാണ്. സമ്മതിച്ചു. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഓ, വെരി ഗുഡ്. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഇനി ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. നമുക്കിനി വേണ്ടത്, ഞാനിപ്പോ വേറൊരു സെന്റൻസ് പറയണം. ഹി ഈസ് കില്ലിങ് എ സ്നേക്ക്. ഹി ഈസ് കില്ലിങ് എ സ്നേക്ക്. അവൻ എന്ത് ചെയ്യണം? ഒരു പാമ്പിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് നല്ല ഇടിവെട്ടുണ്ട. ആ, എങ്കിലും വേണമെങ്കിൽ ഓഫ് ചെയ്തോ. ഓക്കെ. ഹി ഈസ് കില്ലിങ് എ സ്നേക്ക്. ഒന്ന് എഴുതി നോക്കിയേ. ഹി ഈസ് കില്ലിങ് എ സ്നേക്ക്. ഹി ഈസ് കില്ലിങ് എ സ്നേക്ക്. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും കയറൂ ബിനോയ്. ഹി ഈസ് കില്ലിങ് എ സ്നേക്ക്. ഹി ഈസ് കില്ലിങ് എ സ്നേക്ക്. ഇതിന്റെ പാസീവ് വോയിസ് ആർക്കെങ്കിലും ഒന്ന് എഴുതാമോ? തെറ്റിയാലും കുഴപ്പമില്ല, പറയാമോ? He is killing a snake. He is killing a Okay. എഴുതിയാലും മതി അറിയാവുന്നവര്. He is killing a snake. Snake was killed by him. A snake is killed by him, enemy. Okay. അടുത്തത്. Snake killed by him. Nachi. A snake was killed by him, Binoy. He was killing a snake. He was killing a snake. Chinju, Maya. The snake is being killed. A snake killed by him. Maya by him. Okay. Surya, snake is killed by him. Okay. ഇനി ഓക്കെ, ഇനി ആരെങ്കിലും? Snake was killed, Rinsay. Okay. The snake is being killed by him. Maya. ഇനി ആരെങ്കിലും ഉണ്ടോ? യെസ്. അപ്പൊ ഞാൻ പറയാം. നമ്മള് ഈ പാസീവ് വോയിസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ അകത്ത്
തന്നിരിക്കുന്ന സെന്റൻസിൽ ഓബ്ജക്റ്റ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അതെല്ലാവരുടെയും ശരിയാണ്, കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഐ ഡ്രിങ്ക് ടീ, ഞാൻ ചായ കുടിക്കുന്നു. ആരെ അല്ലെങ്കിൽ എന്ത്, whom or what, ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരമാണ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. എന്ത് കുടിക്കുന്നു? ചായ കുടിക്കുന്നു. അപ്പൊ ചായ എന്ന് കുടിക്കാൻ ആരംഭിക്കാം, ഓബ്ജക്റ്റ് പോലെ ആരംഭിക്കാം. ഓക്കെ. അതുപോലെ ഇവിടെ ഒരാള് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരാള് കറക്റ്റ് ആണ്. അപ്പൊ അത് പറയാം, ബാക്കിയുള്ളവര് കുറച്ച് വ്യത്യാസം കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം. ഈ തന്നിരിക്കുന്ന വാചകത്തിൽ ഹി ഈസ് കില്ലിങ് എ സ്നേക്ക് എന്ന് പറയുമ്പോൾ അവൻ ഒരു പാമ്പിനെ കൊല്ലുകയാകുന്നു. എന്തിനെയാണ് കൊല്ലുന്നത്? ഒരു പാമ്പിനെ. എ സ്നേക്ക്. അപ്പൊ എ സ്നേക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ ഓബ്ജക്റ്റ്. അപ്പൊ നമുക്ക് ഒരു കാര്യം എഴുതി വെക്കാം. അതായത് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതേണ്ട രീതി എന്താണെന്ന് നമുക്ക് എഴുതി വെക്കാം. ഇത് നമ്മളൊരു ഹെഡിങ് എഴുതുക. പാസീവ് വോയിസ് PASSIVE, പാസീവ് PASSIVE, പാസീവ് വോയിസ് VOICE, പാസീവ് വോയിസ് of present PRESENT, present continuous CONTINUOUS. ഇതൊന്നുകൂടി പറയാം. പാസീവ് വോയിസ് PASSIVE, പാസീവ് വോയിസ് VOICE, പാസീവ് വോയിസ് of present PRESENT, present continuous CONTINUOUS. ഓക്കെ. അപ്പൊ ഈ വാചകത്തില് പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഓബ്ജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ അടിയിൽ എഴുതി വെക്കും ഓബ്ജക്റ്റ്, OBJECT, ഓബ്ജക്റ്റ് പ്ലസ് OBJECT plus is slash am ഒരു സ്ലാഷ് കൂടി വെച്ചിട്ട് ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് ആം ആർ. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ്, BEING. അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് വെർബ് ബി. ആ വെർബ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ PP എന്നിടാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന് PP എന്നിടാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒന്നുകൂടി പറയാം. ആദ്യം ഓബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് BEING. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ ഫോം V3. ഓക്കെ, ഇനി ഇവിടെ നോക്കട്ടെ. ഇനി നമുക്ക് സെന്റൻസിലോട്ട് വരാം. ഹി ഈസ് കില്ലിങ് എ സ്നേക്ക് നമ്മൾ എഴുതിയത്. അപ്പൊ ഇത് ഓബ്ജക്റ്റ് നമ്മൾ ആദ്യം എടുത്തു. എന്തിനെ കൊല്ലുന്നു? ഒരു പാമ്പിനെ. എ സ്നേക്ക്, അത് ആദ്യം എഴുതി, എ സ്നേക്ക്. ഇനി നോക്കിയേ, എ സ്നേക്ക് കഴിഞ്ഞാൽ ഈസ് വരൂ, ആം വരൂ, ആറ് വരൂ. ഒരു പാമ്പല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് മതി? ഈസ് മതി. എ സ്നേക്ക് ഈസ്. അവിടെ സ്നേക്സ് എന്നായിരുന്നെങ്കിൽ ആറ് വന്നല്ലേ. അപ്പൊ എ സ്നേക്ക് ഈസ്. പിന്നെ എന്ത് വേണം? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞാൽ ബീയിങ്, ബീയിങ്. അപ്പൊ എ സ്നേക്ക് ഈസ് ബീയിങ്. പിന്നെ വേണ്ടത് എന്താണ്? വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. കിൽ എന്നാണ് ഇവിടുത്തെ വെർബ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 വേണം. കിൽ, കൊല്ലുക. പാസ്റ്റൻസ് KILLED, കിൽഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും കിൽഡ് എന്നുണ്ട്, കിൽഡ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? എ സ്നേക്ക് ഈസ് ബീയിങ് കിൽഡ്. ഇത്രയും മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ഹിം കൂടി ചേർക്കാം. അത്രയും എഴുതിയില്ലെങ്കിലും എ സ്നേക്ക് ഈസ് ബീയിങ് കിൽഡ്. അപ്പൊ എന്താണ്? ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് എഴുതി,
അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ് ചേർത്തു. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി കഴിഞ്ഞാൽ അത് പാസീവ് വോയിസ് ആയി. അപ്പൊ നമുക്ക് പറയാം ഒരു പാമ്പ് അവനാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇത് മായ മാത്രമാണ് ശരിയാക്കിയത്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഇനി ഞാൻ വേറെ ഒരെണ്ണം പറയാം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. They are teaching, TEACHING. They are teaching English. They are teaching English. അന്ന് എഴുതി നോക്കി. They are teaching English. They are teaching English. ഒബ്ജക്റ്റ് ആദ്യം എഴുതുക, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചേർക്കുക, ബീയിങ് ചേർക്കുക, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. അത്രേ ഉള്ളൂ. തന്നിരിക്കുന്ന വാചകത്തിലെ ഒബ്ജക്റ്റ് ആദ്യം കണ്ടുപിടിക്കുക. ഇത് ആരും എഴുതാത്ത. ഓക്കെ, തസ്നീം ടീച്ചാണ് കേട്ടോ, റീച്ച് അല്ല, ടീച്ച്. ഓക്കെ, സ്റ്റെഫി എഴുതി. റിൻസി അതിനകത്ത് ബീയിങ് ചേർത്തില്ലല്ലോ. BEING ബീയിങ് ചേർത്തില്ല. സൂര്യ എഴുതി. ഇനി ആരെങ്കിലും? ഞാനുമില്ല. അപ്പൊ ശരിയാണ് എഴുതിയത്. ദേ ആർ ടീച്ചിങ് ഇംഗ്ലീഷ്. അവരെന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാകുന്നു. അപ്പൊ എന്ത് പഠിപ്പിക്കുക? ഇംഗ്ലീഷ്. ഇപ്പൊ ഇംഗ്ലീഷ് ഓബ്ജക്റ്റ്, ഇംഗ്ലീഷ് നമുക്ക് ആദ്യം എഴുതി. ഇംഗ്ലീഷ്. സഹന കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്ത് വരും? ഈസ്. നമ്മൾ സ്ട്രക്ചറിൽ പറഞ്ഞിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ കഴിഞ്ഞ് പിന്നെ ബീയിങ്. ബീയിങ് അപ്പൊ ഇംഗ്ലീഷ് ഈസ് ബീയിങ്. ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ട്. ചിഞ്ചു കറക്റ്റ് ആണ്. TAUGHT. ടോട്ട്, ടീച്ച്, ടോട്ട്, ടോട്ടാണ്. ടോട്ട് അതേ വരെ മതി. ഇനി ആവശ്യം അറിയാവുന്നവര് ബൈ ദം കൂടെ എഴുതുക. ദേ എന്നുള്ളത് ദം എന്നാവും. ഓക്കെ 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 ഓക്കെ. ഒരു സിമ്പിൾ ആയിട്ട് വാചകം പറയാം. ഐ ആം loving, LOVING. I am loving India. I am loving India.
I am loving India. Yes, Edu. Maya എഴുതി. Okay, Sahana, okay. Megha, okay. Rinchi എഴുതി. Surya, okay. Tasneem, okay. Anshida, okay. ഇനി ഓക്കെ 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 ഇപ്പൊ കറക്റ്റ്. ഓക്കെ ഓക്കെ ചിഞ്ചു കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് I read READ. Read. I read newspaper. I read newspaper every day. I read newspaper every day. I read newspaper every day. Okay. അതിന്റെ പാസീവ് വോയിസ് നേരി. ഓക്കെ. ബൈ തുടങ്ങിയുള്ള ഏറ്റവും ലാസ്റ്റ് എഴുതിയാൽ മതി. ബൈ ലാസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ. എഴുതി. സഹന എഴുതി. റീഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെയ്തേക്കുന്ന മിസ്റ്റേക്ക് ഉണ്ട്. മേഘ എഴുതി. ഓക്കെ. സൂര്യ എഴുതി. ഓക്കെ. റിൻസി എഴുതി. അടുത്തത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അൻഷിത എഴുതി. ഓക്കെ 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 ശരിയാണ്. ഓക്കെ 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 ഓക്കെ. ഐ റീഡ് ന്യൂസ് പേപ്പർ എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും എന്ത് വായിക്കുന്നു? ഫെമി എഴുതിയിട്ടുണ്ട്. എല്ലാ ദിവസവും
ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നു. എന്ത് വായിക്കുന്നു? ന്യൂസ് പേപ്പർ. അപ്പൊ അതാണ് ഒബ്ജക്റ്റ്. അത് ആദ്യം ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പേഴ്സ് അല്ല, ന്യൂസ് പേപ്പർ ആണ്. അപ്പൊ ന്യൂസ് പേപ്പർ ഈസ് ബീയിങ് റീഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് നോക്കണം. റീഡ്, റെഡ് ആണ്. സ്പെല്ലിങ് സെയിം ആണ്. നമുക്ക് പറയുമ്പോൾ റെഡ് എന്നേ പറയാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോ ന്യൂസ് പേപ്പർ ഈസ് ബീയിങ് റെഡ്. സ്പെല്ലിങ് RED തന്നെ. റെഡ് എവരി ഡേ ബൈ മീ. വേണമെന്നുണ്ടെങ്കിൽ ബൈ മീ. ഓക്കെ, അടുത്തത് we wash, wash the room, 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 every morning. We wash the room every morning. We wash the room every morning. Okay. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. We are washing. We are washing. We are washing the room. We are washing the room. We are washing, WASH, washing the room. We are washing the room. Okay. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സിമ്പിൾ പ്രസന്റ് ആയി പോയെന്നൊരു ഡൗട്ട്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വി ആർ വാഷിംഗ് ദ റൂം എന്നുള്ളതിന്റെ പാസീവ് വോയിസ്. Okay, Srina, Megha. Okay. Sahana, okay. By കഴിഞ്ഞിട്ട് അവേഴ്സ് അല്ലടാ, ബൈ അസ്, US, us. Sahana. Okay, okay. Varsha, Surya. Okay. Remy. Okay. ഇനി അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് the room is being cleaned by us. അനുഷിത, the room is, അതായത് ബീയിങ് ചേർത്തില്ലല്ലോ അനുഷിത. ഓക്കെ, ഓക്കെ 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 ഓക്കെ. ഞാൻ ഒന്നുകൂടി പറയാം. വി ആർ വാഷിംഗ് ദ റൂം. അപ്പൊ എന്ത് ക്ലീൻ ചെയ്യുന്നു? റൂം ക്ലീൻ ചെയ്യുന്നു. അപ്പൊ റൂം ആദ്യം എടുക്കും. ദി റൂം ഈസ് ബീയിങ് വാഷ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വാഷ്ഡ്, WASHD, വാഷ്ഡ് ബൈ അസ്. ദ റൂം ഈസ് ബീയിങ് വാഷ്ഡ് ബൈ അസ്. അപ്പൊ നമ്മൾ അതിന്റെ പാസീവ് വോയിസ് പറഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞു, അതിന്റെ പാസീവ് വോയിസ് പറഞ്ഞു. ഓക്കെ,
അപ്പൊ ഇപ്പൊ നമ്മള് മൊത്തത്തില് 4 ടെൻസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്. അതില് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാബിച്വലായിട്ട് സ്ഥിരമായി സംഭവിക്കുന്ന കാര്യങ്ങൾ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതില് നമ്മൾ ആ സിമ്പിൾ പാസ്റ്റിലേക്ക് നമ്മൾ ഒന്നുകൂടി വരികയാണ്. സിമ്പിൾ പാസ്റ്റിലേക്ക്. സിമ്പിൾ പാസ്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞതാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വെന്റ് ടു ഡൽഹി, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ സബ്ജക്റ്റ് ആണ്, വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്, ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. അപ്പൊ ഐ വെന്റ് ടു ഡൽഹി എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ ടുക്ക് ദ ബുക്സ്, ഞാൻ ബുക്ക് എടുത്തു. ടേക്ക് പ്രസന്റേഴ്സ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. ഐ ടുക്ക് ദ ബുക്ക് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ്, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ സിമ്പിൾ പാസ്റ്റ് ആയ 2-3 വാചകങ്ങൾ നിങ്ങൾ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വരുന്ന വാചകം. Subject plus past tense of the verb. She made the cake. Maya, very good. She made the cake. I washed my clothes. Varsha, very good. അടുത്തത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. I wrote a letter. Very good, Surya. I wrote a letter. I cooked well. Steffi. Hello. I cooked well. I bought a pencil. Tasneem. Hello. I bought a pencil. Meka. I read my book. ശരിയാണ്. റീഡ് എന്നതെങ്കിൽ സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ സിമ്പിൾ പാസ്റ്റ് ടൈം ഐ റെഡ് എന്ന് വായിക്കാം. ഐ റെഡ് മൈ ബുക്ക്. അടുത്തത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ പാസ്റ്റ് ആയ വാചകം. യെസ്, he built the house. Maya, very good. He built the house. He built the house. Build എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് build. ഓക്കെ, അടുത്തത് ഞാനില്ല. ഓക്കെ, അപ്പൊ ഞാൻ ബാക്കി പറയാം. അപ്പൊ ഞാനിത് പറഞ്ഞത് നിങ്ങളെ കൊണ്ട് സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള 2-3 വാചകങ്ങൾ പറയിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ വെന്റ് ടു മാർക്കറ്റ്. സഹന, ശരിയാണ്. സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള 2-3 വാചകങ്ങൾ പറയിക്കാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് അത് വെർബ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് സമയം മുതൽ ഇപ്പൊ ഏതാണ്ട് 3 മണി കഴിഞ്ഞ് 6 മിനിറ്റായി.
ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ്. കഴിഞ്ഞു പോയ സംഭവമാണ്, നിങ്ങൾ ചെയ്തു കഴിഞ്ഞ സംഭവങ്ങളാണ്, എല്ലാം പാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് ഇംഗ്ലീഷിൽ പറയാം. ആരാണ് ധൈര്യമായിട്ട് ഐ ആം റെഡി എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്? Who is coming forward that I am ready? ആരുല്ലേ? I washed the clothes. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സഹന റെഡി അല്ലേ? ഓക്കെ, ആർ യു ഓക്കെ? I washed the clothes. അല്ലേ, ആർ യു ഓക്കെ? Okay. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സമയം തരാം. ഓക്കെ ഓക്കെ ഓക്കെ. സഹന ബി പ്രിപ്പയർഡ്. ഓക്കെ. അപ്പൊ സഹന, നമുക്ക് ആരംഭിക്കേണ്ടത് രാവിലെ ഞാനിത് തുടങ്ങി വെക്കുകയാണ്. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. ഐ കുക്ക്ഡ് മൈ ഫുഡ്. ഞാൻ എന്റെ ഫുഡ് റെഡിയാക്കി. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു. അതുപോലെ ഇത് പറയട്ടെ, എഴുന്നേറ്റ സമയം തുടങ്ങി ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, പറഞ്ഞോ. I got Yes. 6 o'clock morning. I got at 6 o'clock in the morning. Simple past. Subject plus verb in the past tense. Okay, correct. I cooked breakfast. Okay, I cooked the breakfast. Okay, I went to the shop. okay, I washed the clothes. I washed the clothes. Okay, I cooked the lunch. I cooked my lunch. Okay, I ate the lunch. I ate the lunch. Okay. നമുക്ക് കുറച്ചുകൂടി ഇത് ഭംഗിയാക്കാൻ വേണമെങ്കിൽ ഐ ഏറ്റ് ദ ലഞ്ച് സമയം പറയാം അറ്റ് 1 PM. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചുകൂടി ഭംഗിയാക്കി പറയാം. ഓക്കെ, നമുക്കിപ്പോ തൽക്കാലം സബ്ജക്ട് വെറുതെ മാസ്റ്റേഴ്സ് കിട്ടിയാൽ മതി. ഓക്കെ 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 ഓക്കെ, പറഞ്ഞു. ഇനി എന്തെങ്കിലും ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ I രാവിലെ attended the online class. അതെ, ഐ അറ്റൻഡഡ് ദ മോർണിംഗ് ക്ലാസ്. ഓക്കെ, അല്ലെങ്കിൽ മോർണിംഗ് സെഷൻ ഓഫ് ദ ക്ലാസ്. ഓക്കെ, I wrote the note. ഓക്കെ, ഐ റോട്ട് ദ നോട്ട്. വെരി ഗുഡ്. ഓക്കെ, Okay, that's all, sir. ദാറ്റ് ഈസ് ഓൾ. വെരി ഗുഡ്. അപ്പൊ സഹന ആദ്യം പറയാനായിട്ട് വന്ന പ്രത്യേക അഭിനന്ദനം. കാരണം വെച്ചാൽ ആദ്യം ധൈര്യസമേതം വന്നില്ല. സോ കൺഗ്രാറ്റുലേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സഹന പറഞ്ഞു. ഇനി ഹു ഈസ് നെക്സ്റ്റ്? അടുത്തവരാണ്. വേറെ ഒന്നും വേണ്ട, നിങ്ങളിന്ന് രാവിലെ മുതൽ ഈ സമയം വരെ, ഈ 3:09 എന്ന് പറയുന്ന സമയം വരെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നു. Yes, sir. യെസ്, തസ്നീം. വെരി ഗുഡ്. പറഞ്ഞോളൂ തസ്നീം. I waked up 5:30 a.m. ഓക്കെ I cooked a breakfast. ഓക്കെ I washed my clothes. ഓക്കെ I cleaned the rooms. ഓക്കെ I cooked the lunch. ഓക്കെ I attended the afternoon class. ഓക്കെ I studied a notes. ഓക്കെ Thank you, sir. ഓക്കെ, വെൽക്കം വെൽക്കം വെൽക്കം. കുഴപ്പമില്ല, ഭംഗിയായിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, വെൽ ഡൺ വെൽ ഡൺ. അപ്പൊ രണ്ടുപേരും പറഞ്ഞു. ഇനി ഹു ഈസ് നെക്സ്റ്റ്? നിങ്ങളിങ്ങനെ മടി പിടിച്ചിരിക്കാനായിട്ടാ, ഇത് പറയണം. പറയുക എന്നുള്ളത്. യെസ് പറഞ്ഞോട്ടെ. സൂര്യല്ലേ? പറഞ്ഞോ സൂര്യ. I got up 6 o'clock morning. I got at 6 o'clock in the morning. Okay. I washed my face. Okay. Oh, I washed my face. Okay. I brushed my teeth. ഇതുവരെ ആരും പറഞ്ഞിട്ടത്. I brushed my teeth. Very good. I drank a cup of water. I drank a cup of water. Okay. I cooked breakfast and lunch. I cooked the breakfast and lunch. And okay. I ate my breakfast.
I ate my breakfast. I bath. എന്റെ കുട്ടിയെ കുളിപ്പിക്കുന്നു എന്നുള്ളത് ഐ ബാത്ത് മൈ ചൈൽഡ്. ടേക്ക് ബാത്ത് എന്നുള്ളത് നമുക്ക് കുളിക്കാൻ ഐ ടുക്ക് ബാത്ത്. ഐ ബാത്ത് മൈ ചൈൽഡ്. ഓക്കെ, അടുത്തത്. ഐ അറ്റൻഡ് ക്ലാസ്. അറ്റൻഡ് ദ ക്ലാസ്. ഓക്കെ. I wrote notes. I wrote the notes. Okay. That's all. That is all. Okay, very good, very good. Clear ആയിട്ട് പറഞ്ഞു. Very good, very good. അപ്പൊ സൂര്യക്ക് ആലോചിക്കാൻ ഇടയ്ക്ക് രണ്ടുപേരും പറഞ്ഞപ്പോൾ നല്ല സമയം കിട്ടി. അപ്പൊ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു അല്ലെ? വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് മായ. I woke up at 6 a.m. ഓക്കെ. I brushed my teeth. Okay. I had a glass of water. Okay, very good. I had a glass of water. It's a good language. Okay. I checked my phone for notification. Okay, very good. Systematic. I checked my phone for notification. Okay. I had a breakfast. I had a breakfast. I went to office. I went to office. Okay, sir. Okay, thanks all. I prepared for the class. I read the newspaper. I watched the TV for a while. എന്തുവേണമെങ്കിൽ നമുക്ക് പറയാം. Okay. Okay, okay, okay. Very good, very good. നന്നായിട്ടുണ്ട്, very good. Who is next? Who is next? അടുത്തതാരാണ്? വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഇന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞോളൂ. നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമ്മൾ പറഞ്ഞുകൂടി പോകണം കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഓക്കെ. ഹു ഈസ് നെക്സ്റ്റ്? ധൈര്യസമേതം പറയൂ. ഐ ആം റെഡി. ഇത്രയും പേര് പറഞ്ഞപ്പോ ബാക്കിയുള്ളവർക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടിയല്ലോ. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? പറയൂ. നിങ്ങൾ എല്ലാവരും ഒരു മടി പിടിച്ചിങ്ങനെ നിൽക്കാനുള്ള പറയുമ്പോ തെറ്റിപ്പോകുന്നുള്ള. റിൻസി, ഓക്കെ. I washed my dress. ഓക്കെ. എഴുന്നേറ്റ സ്ഥലം നോക്കി പോരട്ടെ. എത്ര മണിക്ക് എഴുന്നേറ്റു അപ്പോൾ നോക്കി പറഞ്ഞു. ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. I got up at 6 o'clock in the morning. I got up at 5 o'clock in the morning. ഇഷ്ടമുള്ള പറഞ്ഞു. ഓക്കെ. I wake up in 5 o'clock. വേക്ക് അപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റേഴ്സ്. വേക്ക് വോക്കപ്പ് കേട്ടോ. ശരിയാണ്. പറഞ്ഞു കറക്റ്റ് ആണ്. I had my breakfast. ഓക്കെ. I cleaned my room. ഓക്കെ. I read my books. റീഡ് എന്ന് പറയണ്ട, സ്പെല്ലിംഗ് അതായിരിക്കും. പക്ഷെ റെഡ് എന്ന് പറഞ്ഞാൽ ഐ റെഡ് മൈ ബുക്സ്. പാസ്റ്റേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇനി പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ രാവിലെ പ്രാർത്ഥിച്ചെങ്കിൽ നമുക്ക് അത് പറയാം. I prayed in the morning. I prayed in the morning. Okay. I had a shower. I had a shower. Very good English. Okay. I had a shower. I take the bath എന്നുള്ളതിന് പകരം I had a shower. Very good. I read. ഓക്കെ. വല്ല നോട്ടുകളോ അല്ലെങ്കിൽ നേരത്തെ എഴുതി വെച്ചവരൊക്കെ വായിച്ചു നോക്കിയോ? അതിലേക്ക് ഒന്ന് പറയാം. ന്യൂസ് പേപ്പർ നോക്കിയോ? അത് വേണമെങ്കിൽ പറയാം. നോട്ടിഫിക്കേഷൻ വരെ നോക്കിയോ? അത് പറയാം. സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്. ഈ കമ്മിനോട് പറഞ്ഞോ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. പറഞ്ഞോ. അടുത്ത പറഞ്ഞോണ്ടി പറയും. നമുക്ക് റിൻസിനൊന്ന് വിട്ടേക്കട്ടെ. റിൻസി, അപ്പൊ ഓക്കെ റിൻസി. Okay, sir. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ ഐ ചെക്ക്ഡ് ദ പ്രീവിയസ് നോട്ട്സ് കേട്ടോ. അത് നമുക്ക് പറയാം. പിന്നെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ, ഓക്കെ. അപ്പൊ നന്നായിട്ട് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാണ്? ബിനോയ് ആണോ? Yes, sir. യെസ്, ബിനോയ് പറഞ്ഞു. ബിനോയ്.
Sir, I wake up 6:30 Okay. evening. I helped my mother in the kitchen. Okay. Oh, I have. I Okay. Very good. uh, uh, I read a newspaper in the morning. Read എന്നുള്ള പാസ്റ്റേഴ്സ് പറഞ്ഞു. Read എന്ന് പറഞ്ഞു. I read the newspaper in the morning. Okay. അപ്പൊ ഞാൻ ഓക്കെ I ഓക്കെ ശരി, ഞാൻ ഇനി ചോദിക്കാം കേട്ടോ. ഇതിന്റെ അകത്തൊരു സപ്പോസ് ഞാൻ ചോദിക്കാം, അത് കുറച്ച് കഴിയട്ടെ. ഓക്കെ, പറഞ്ഞോ. I going to play for a cricket. I went to play the cricket എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. എല്ലാം പാസ്റ്റേഴ്സ് പറഞ്ഞത് എല്ലാം കഴിഞ്ഞ പോയ സംഭവം. I went to play the cricket. ഓക്കെ. Then ഇറങ്ങുന്നത് നല്ലതാണ്. അതിനുശേഷം ഓക്കെ. I cleaning my house. I cleaned my house. Okay. I am eating. I am eating for lunch. Lunch food. Breakfast അല്ലേ? Breakfast and lunch. ഒരുമിച്ചായിരുന്ന. I take breakfast. I took my breakfast and lunch. Okay. That's all, sir. That is all. അപ്പൊ ബിനോയ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത് സിവിൽ സർവീസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഹലോ, പോയാ? Sir? ഇത് ഒരു സിവിൽ സർവീസിന് ചോദിച്ചൊരു ചോദ്യമാണ്. പോയോ? പോലെ. ഓക്കെ. അപ്പൊ you told me that you read the newspaper in the morning. Okay. You told me that you read the newspaper in the morning. Okay. Yes. Can you say 3 headings today's newspaper? ഇത് ഒരു സിവിൽ സർവീസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തകളുടെ ഹെഡിങ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്നുള്ളത് ബിനോയ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതെടുത്ത് ചോദിച്ചത്. Can you mention 3 major heading of today's newspaper? So Malayalam Manorama. ഓക്കെ. അതിൻ്റെ അത് മെയിൻ വാർത്തയുടെ ഹെഡിങ് പറഞ്ഞാൽ മതി. കാരണം നമ്മളിപ്പോ മുഴുവൻ വായിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ മലയാള മനോരമ വായിച്ചു. അതിന്റെ അകത്ത് ഹെഡിങ് എന്തായിരുന്നു? ഒരു മേജർ ഹെഡിങ്. ഓക്കെ. എപ്പോഴും ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ സംഗതി വായിച്ചു എന്ന് പറയുമ്പോൾ ഉടനെ അതിന്റെ കൂടുതൽ ചോദ്യം വരും. അപ്പൊ അപ്പോഴും നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിച്ചോളണം. ഒരു ഉത്തരം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ. അത് എല്ലാവരും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിച്ച മാത്രമേ ഉള്ളൂ. നമ്മളതിന്റെ ഹെഡിങ് വായിക്കും. എപ്പോഴും ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുക്കാൻ പോകുമ്പോൾ അന്നത്തെ പേപ്പർ വായിച്ചിരിക്കണം എന്നുള്ള കാര്യം മുഴുവൻ വായിച്ചിരിക്കണം. അതിന്റെ ഹെഡിങ് എങ്കിലും അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റഡ് ആണെന്നുള്ളൊരു ധാരണ ആ ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് ഉണ്ടാവും. യു ആർ അപ്ഡേറ്റഡ്. ആ കാലത്തിന്റെ പത്രമൊക്കെ വായിച്ചു. അതിന് ഇത്രയും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള തിരക്കിന്റെ ഇടയ്ക്കും ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വന്നത്. അല്ലെങ്കിൽ അത് വായിക്കുന്ന ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിനുള്ള തോന്നല് നമുക്ക് മറ്റുള്ളവർ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്നവരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്. ശരി, ഓക്കെ. ബിനോയ്, കീപ് ഇറ്റ് അപ്പ്. വെരി ഗുഡ്. ഓക്കെ. ക്വിസ് ടെസ്റ്റ്. ക്വിസ് ടെസ്റ്റ് നമ്മളാരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം ഉച്ചവരെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. ധൈര്യമായിട്ട് പറയാം. യെസ്. ഓരോരുത്തരും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, പറഞ്ഞാലോ അടുത്തത് ഞാൻ ഇത് പറഞ്ഞാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ പറയാനായിട്ടുള്ള ഒരു ധൈര്യക്കുറവാണ്. മോറൽ കറേജ്, ഫിസിക്കൽ കറേജ് എന്നൊക്കെ പറഞ്ഞ പോലെ 2 കാര്യങ്ങളാണ് ഇല്ലാത്തത്. ഓക്കെ. അപ്പൊ നിങ്ങളത് പറയാം. എന്തും പറയട്ടെ, ഞാൻ പറയും. അങ്ങനെ തീരുമാനമുണ്ട്. യെസ്. ക്വിസ് ടെസ്റ്റ്. വീണ്ടും ഞാൻ ചോദിക്കുന്നു, ക്വിസ് ടെസ്റ്റ്. പറയൂ. അടുത്തൊരാള്. ബിനോയോട് കൂടി സ്റ്റോപ്പായ.
ഐ ആം റെഡി എന്ന് പറയൂ. അടുത്ത ആള്. ഹു ഈസ് റെഡി? നെക്സ്റ്റ്. ഹു ഈസ് റെഡി? ഞാൻ എത്ര നേരമായി ഇങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ടെങ്കിലും മാർക്കിൽ ഒരാൾക്ക് ഓക്കെ കുറെ നേരം ആയില്ല ചോദിക്കുന്നുള്ളൂ. ഞാൻ പറയാം ഇനി അടുത്തത് എന്ന് ഒന്ന് മനസ്സിൽ ചിന്തിച്ചൂടെ? യെസ്, ഹു ഈസ് റെഡി? നെക്സ്റ്റ്. ഹു ഈസ് നെക്സ്റ്റ്? sir. Okay. Anup Kumar. Very good. Very good. Anup Kumar. Okay. Okay. Binoy, come on, everybody. Okay. Anup Kumar. Okay, sir. I wake up in early morning. Very good. Then I went bath. Okay. I took a bath. Okay, I took bath. Okay, Siri. I help my mother. Okay, I helped my mother. Very good. Okay. For I went to walking. I went for walking. Okay. Then watching in TV. I watched TV. Okay. I watched WATCH. I watched TV. TV. I watched TV 10 minutes. I watched TV half an hour. നമുക്ക് പെട്ടെന്ന് എടുത്ത് പറയണ്ടേ? അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ. ഐ വാച്ച് TV. ഓക്കെ. I watch TV half hour. Very good. Half an hour. Okay. Then that is ഇനി അടുത്ത് പിന്നെ എന്താ ചെയ്തത്? I ate for lunches. ലഞ്ച് ഐ ate. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറയാം. ലഞ്ച് കഴിച്ച സമയം നമുക്ക് വേണമെങ്കിൽ പറയാം. At 1 PM I took my lunch. കണ്ട, അത് നമുക്ക് വേണമെങ്കിൽ സമയം കൂടി ചേർത്ത് 1 PM I took my lunch. ഓക്കെ. Okay. ഓക്കെ. അത് ഭംഗിയാക്കിയതാണ്. ഓക്കെ. That is all. വെരി ഗുഡ്. അനൂപ് പറഞ്ഞു പഠിച്ചാൽ മതി. ഇത് ശരിയാവും. ഒരു 1-2 പ്രാവശ്യം കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെയും നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അത് പറയാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചില്ലേ? ഓക്കെ. നമ്മളിങ്ങനെ മടിച്ചിരുന്ന് ഇപ്പോ അനൂപിന് കുറച്ചു നേരം കഴിയുമ്പോൾ തോന്നും, ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഇതിനേക്കാളും മനോഹരമായിട്ട് പറയും എന്നൊരു ചിന്ത വരും. ഓക്കെ. അത് ഉറപ്പായിട്ടും വരും. അത് തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചുകൂടി ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഓക്കെ. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞതൊന്നും പ്രിപ്പയർ ആയിട്ട് പറഞ്ഞതല്ലാരും ഒക്കെ ഇപ്പോഴത്തെ സമയത്തിന് ഇപ്പൊ എന്താണോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയത് ആ രീതിയിൽ വെച്ച് പറഞ്ഞതാണ്. മറ്റേത് നിങ്ങൾ തയ്യാറെടുത്ത് വരുന്നതാണ്. ഇത് വിത്തൗട്ട് പ്രിപ്പറേഷൻ നമുക്ക് ഇത്രയും പറയാൻ പറ്റിയെങ്കിൽ വിത്ത് പ്രിപ്പറേഷൻ ആകുമ്പോൾ അത് ഹൈ ലെവലായിരിക്കും. ഓക്കെ. അനൂപ് കുമാർ, യു ആർ ഓക്കെ. കൺഗ്രാജുലേഷൻ. ഹു ഈസ് നെക്സ്റ്റ്? ബിനോയ് പറഞ്ഞു കമ്മോണ് പരിപാടി. എന്നിട്ട് പോലും ആരും വരുന്നില്ല. ബിനോയ് ഹു ഈസ് നെക്സ്റ്റ്? ഇതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ ഗുണം ചെയ്യും. സ്ട്രെങ്ത് കുറവാണെന്ന് തോന്നുന്നു. 9 വരെ ഉള്ളു. എന്താ ബിനോയ്? സ്ട്രെങ്ത് കുറവാണെന്ന് തോന്നുന്നു. മിക്കവരും പറഞ്ഞതല്ലേ, സ്ട്രെങ്ത് 9 വരെ ഉള്ളു. അതുകൊണ്ടായിരിക്കും. ക്ലിയർ ആവുന്നില്ല കേട്ടോ. മഴ വന്നതിന്റെ പേരാണ്. ഓക്കെ. മഴ സ്ട്രെങ്ത് കുറവാണെന്ന് തോന്നുന്നു. 9 വരെ ഉള്ളു. ഓക്കെ. സ്ട്രെങ്ത് കുറവാണ്. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം പാട്ടൊക്കെ പാടിയ ആൾക്കാരൊക്കെ നിങ്ങൾ എന്താണ് സാർ? കഴിഞ്ഞ പ്രാവശ്യം പാട്ട് വരെ പാടിയതല്ലേ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ കൂടുതലുണ്ടായിരുന്നു. Now it is 17. Okay. ഇനി
നേരത്തെ പറഞ്ഞതിൽപ്പെട്ട ആർക്കെങ്കിലും ഒന്നുകൂടി ഭംഗിയായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കൂടി തരാം. പറഞ്ഞതാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ തോന്നുന്നത് ഒന്നുകൂടി രസകരമായിട്ട് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി ഒന്നുകൂടി പറയാം എന്ന് തോന്നുന്ന ആരുണ്ട്? പറഞ്ഞവരിൽ തന്നെ ഒന്നുകൂടി നന്നായിട്ട് പറയാം എന്ന് തോന്നുന്ന ആരുണ്ട്? ബിനോയ് ഉണ്ട് സാർ. ബിനോയ്, വെരി ഗുഡ്. ബിനോയ് പറയൂ. Okay, actually, I woke up in the morning. Okay. I read a newspaper in the morning. I read the newspaper in the morning. Okay. I helped my mother in the kitchen. I helped my mother in the kitchen. Okay. Then I walk for a cricket. ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടാണ് ഉദ്ദേശിച്ചത്? അതെ. Okay. I played cricket. Played cricket. Then I am coming from my house and clean my house. I am coming, but I came to my house. Past tense. I came to my house. And then clean my house. Okay. Cleaned my house. Okay. Then afternoon I ate lunch. Okay. You took the lunch. Okay. And morning I eat breakfast. Eat എന്ന് പറയണ്ട, ate. Past tense. Ate breakfast. Okay. And ate breakfast. That's Okay. also. That is all. Okay. Last and final ആയിട്ട് ഒരാൾക്ക് കൂടി ചാൻസ്. I woke up at 6 a.m. Okay. I brushed my teeth. Okay. I got dressed. Okay. I had breakfast. Okay. I went to work. Okay. I attended meetings. Okay. I had lunch. Okay. I took a break. Okay. I relaxed. Okay. Then I had a dinner. Okay. I watched TV. Okay. And I read a book. I read a book. Okay. Sorry. I read a book. Okay. I went to bed. Okay. That's all, sir. Okay, very good. Better ആയിട്ടുണ്ട്. അപ്പോ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എപ്പോഴെങ്കിലും ഇതേപോലെ നിങ്ങൾ പറയാനോ അതുപോലെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പേടിച്ചു മാറി നിൽക്കുന്നതല്ല, അവസരം ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾ കൂടുതൽ ബലവത്താവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇതേപോലെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് നിങ്ങൾ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞത്, ഇന്ന് പഠിപ്പിച്ച കാര്യം ഞാൻ പറയാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ വെർബ് പ്ലസ് ഐഞ്ച്, അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ആ പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് പറയുമ്പോൾ ഓബ്ജക്റ്റ് ആദ്യം എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ് എഴുതി, പിന്നെ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ അടുത്ത ക്ലാസ്സിൽ പാസ്റ്റ് കണ്ടിന്യൂസ് നമുക്ക് പറയാം. അപ്പൊ ഈ പ്രസന്റ് കണ്ടിന്യൂസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറയാം. യെസ്. അപ്പൊ സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ആളുകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ. Thank you, sir. വെൽക്കം. Thank you, sir. Thank you, sir. ഓക്കെ, വെൽക്കം.